ഹായ് ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ കാണുന്ന ഐലൻഡാണ് സാമ്പ്രാണിക്കൊടി. അവിടെ പ്രത്യേക എൻട്രി ഫീസൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ബോട്ട് സർവീസുകളുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി. ഞാനിത് കുറച്ച് നാളുകൾക്ക് മുന്നേ പോയതാണ് കേട്ടോ ഗൈസ്. ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. നോക്കൂ ഗൈസ്, അഷ്ടമുടിക്കായലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡാണ് കേട്ടോ ഇത്. നോക്കൂ, ഒരു കായലിന് നടുക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ നടക്കാം, ഓടാം, ചാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഗൈസ്. മുങ്ങി പോകുന്ന ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കും ഇതുപോലെ വന്ന് നടക്കുകയൊക്കെ ചെയ്യാം. കായലിൽ 4 വശത്തും വെള്ളം, ആ ഒറ്റ ഭാഗത്ത് മാത്രം ആഴം വളരെ കുറവാണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഓടുകയും ചാടുകയും നടക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവിടുത്തെ പ്രദേശവാസികൾ തന്നെ ചായയും സ്നാക്സുകളും കപ്പ ബിരിയാണി അതുപോലെ തന്നെ ഉപ്പിലിട്ടതും പിന്നെയും വേറെ ഫുഡ് ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടുന്നതാണ് ഗൈസ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഗൈസ് ഇത്. വേറെ നമുക്ക് മാത്രമായിട്ട് പിന്നെ കറങ്ങി നടന്ന് ഇതുപോലെ അഷ്ടമുടിക്കായലിൻ്റെ പല ഭാഗങ്ങളും ഇതുപോലെ കണ്ടൽക്കാടുകളൊക്കെ കറങ്ങി നടന്ന് കാണാൻ അവിടെ കുറേ വള്ളങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ഗൈസ്. ഇങ്ങനെ സർവീസ് നടത്തുന്ന കുറേ വള്ളങ്ങളുണ്ട് അവിടെ. അത് നമുക്ക് പ്രത്യേകം ഫീസ് കൊടുക്കേണ്ടതാണ് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ അഷ്ടമുടിക്കായൽ ഈ യാത്ര ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഗൈസ്. എനിക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു ഐലൻഡിൽ ഞാൻ പോകുന്നത്. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. അങ്ങനെ നമുക്ക് തിരിച്ച് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. റിട്ടേൺ നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.